ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തിയുടെ അമൃതധാരയൊഴുകുന്ന പുണ്യഭൂമിയായ ഗുരുവായൂർ സന്നിധിയിൽ ഇന്ന് ഡിസംബർ 24 ഈ മഞ്ഞുകാലത്തിൻ്റെ കുളിരിലും ഭക്ത മനസ്സുകളിലൊക്കെ ഭക്തിയുടെ ചൂട് പകർന്നുകൊണ്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ഒരു പ്രത്യേക ഭാവത്തിലാണ് ശ്രീലകത്ത് വാണരുളുന്നത്. ഭാർഗവരാമനായിട്ടാണ്, അതായത് സാക്ഷാൽ പരശുരാമനായിട്ടാണ് ഉണ്ണിക്കണ്ണനെ ദർശിക്കാൻ കഴിഞ്ഞത്. കണ്ണൻ്റെ ഓമനത്വം തുളുമ്പുന്ന ആ രൂപം ഒന്ന് നോക്കി നോക്കൂ. കസവ് തുന്നിയ വെളുത്ത പട്ടുവസ്ത്രം ഇങ്ങനെ ഞൊറിയിട്ടെടുത്തിട്ടാണ് അതീവ സുന്ദരനായിട്ട് ഭഗവാൻ നിൽക്കുന്നത്. ആ വെള്ള പട്ടിൻ്റെ ശുദ്ധി കണ്ണൻ്റെ ദേഹകാന്തിക്ക് ഇങ്ങനെ ഇരട്ടി തിളക്കം നൽകുകയാണ്. അരയിൽ ചാർത്തിരിക്കുന്ന സ്വർണ്ണ കിങ്ങിണിയുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ കിങ്ങിണി കിനിക്കിനി ശബ്ദം ഇങ്ങനെ വരികയാണ്. ഓരോ ഭക്തൻ്റെയും ഹൃദയ താളമായിട്ട് മാറുകയാണ്. അരമണി കിലുങ്ങുമ്പോൾ ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കാൻ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിങ്ങനെ കൊതിക്കും. ഓരോ ചലനത്തിലും ആ പൊൻകിങ്ങിണികൾ കണ്ണൻ്റെ ബാലലീലകളെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുക. വലത് കയ്യിൽ കലപ്പ ഏന്തിയിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അലങ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണൻ്റെ കയ്യിൽ ഏന്തിയിട്ടുള്ള ആ ആയുധം തന്നെയാണ്, കലപ്പയാണ്. പരശുരാമൻ്റെ ഭാവമാണെങ്കിലും ഭക്തൻ്റെ പ്രാർത്ഥനകൾ കേട്ട് വലത് കയ്യിൽ കരുത്തുറ്റ ഒരു കലപ്പ ഏന്തിയിട്ടാണ് കണ്ണൻ നിൽക്കുന്നത്. ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭൂമിയെ ഉഴുതുമറിക്കാൻ തയ്യാറായ വീരപുരുഷനാണ് പരശുരാമൻ. കലപ്പ ഇരിക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ? ദുഷ്ടനിഗ്രഹത്തിനല്ല, മറിച്ച് തൻ്റെ ഭക്തരുടെ മനസ്സിലെ പാപക്കറകൾ ഉഴുതുമറിച്ചു നീക്കിയിട്ട് ഭക്തിയുടെ വിത്തുകൾ പാവാനാണ് കണ്ണൻ ഈ രൂപം പൂണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുക കണ്ണനെ കാണുമ്പോൾ. തിളങ്ങുന്ന പൊൻകിരീടം അണിഞ്ഞിട്ടുണ്ട്. ഈ തിളങ്ങുന്ന പൊൻകിരീടത്തിന് ചുറ്റും വാസനപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണു. മനോഹരമായിട്ട് ഇങ്ങനെ വിധാനിച്ച് നിൽക്കുന്നുണ്ട്. വെളുത്ത താമരയുണ്ട്, ചുവന്നു തൊടുത്ത തെച്ചിപ്പൂക്കളുണ്ട്, തുളസിക്കതിരുകളുണ്ട്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് തുളസിയിലകൾ. ഇതൊക്കെ ഇങ്ങനെ ഇടകലർന്ന് ഉണ്ടമാലകൾ ഉണ്ട്. അത് ഇങ്ങനെ ഭഗവാന്റെ ശരീരത്തിനെ ഇങ്ങനെ പുണർന്ന് നിൽക്കുകയാണ്. നെറ്റിയിൽ സ്വർണ്ണ ഗോപിക്കുറിയുണ്ട്, ചെവിപ്പൂക്കളുണ്ട്, വിളക്കിൻ്റെ ശോഭയിൽ ഇതൊക്കെ ഇങ്ങനെ മിന്നി തിളങ്ങുകയാണ്. ആ കണ്ണുകളിൽ നോക്കുമ്പോൾ ആ കണ്ണുകളിലുള്ള കാരുണ്യവും ചിരിയും ഉണ്ടല്ലോ, ആ ചുണ്ടിലെ ആ മന്ദഹാസം, ആഹാ, ആ മന്ദഹാസമൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ എങ്ങനെ വിളിച്ചു പോവും, കണ്ണാ ഗുരുവായൂരപ്പാന്ന്. അതെ, പരശുരാമനായിട്ട് വേഷം കെട്ടി നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് ലോകത്തിന് നൽകുന്നത് അതിജീവനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സന്ദേശം തന്നെയാണ്. ആ തൃപ്പാദങ്ങളിൽ നമുക്കിങ്ങനെ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമുക്ക് ചുറ്റുമുള്ള ഇരുള് നീക്കിയിട്ട് പ്രകാശത്തിലേക്ക് നയിക്കാൻ ഈ ദർശനം സഹായിക്കും എന്ന് ഉറപ്പാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാരായണ നാരായണ നാരായണ. ഹരേ കൃഷ്ണ.